നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ്. അതായത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് എൻ്റെ നിലപാടുകളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നെയും അറിയിക്കാം. അപ്പോൾ ഞാൻ ആദ്യമായി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ചിത്രം റിലീസ് ചെയ്തു. ഈ ചിത്രത്തെ ചുവട് പിടിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും കോലാഹലങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഇന്ത്യയിലൊട്ടാകെ ഇത് വർഷങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഗുജറാത്ത് കലാപവും ഗോദ്രയും ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം ഇപ്പോൾ ഇന്ത്യ മുഴുവനും ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നറിയില്ല, ഒരു മുസ്ലിം വിരോധമായി തീർന്നിരിക്കുന്നു നമ്മുടെ സമൂഹമെന്ന്. ചേർത്ത് പിടിക്കേണ്ടവർ നമ്മളെ വിരോധികളായി കാണുന്നു. എന്തിനാണ്? കാസ പോലുള്ള ഒരു സംഘടന, ആൻറ്റി മുസ്ലിം സംഘടനയാണ് അവർ പറയുന്നത് കേട്ട് നമ്മുടെ നാട്ടിലെ വൈദികർ, മെത്രാന്മാർ ഇതിനെതിരെ സംസാരിക്കുന്നു. നമ്മുടെ PC ജോർജ്, അവർക്കൊക്കെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുതലെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തിനെ ഒരു പ്രത്യേക രാജ്യമായി തന്നെ മാറ്റി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം നാരായണ ഗുരു അദ്ദേഹം ജാതി ചോദിക്കരുത്, പറയരുത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അനുയായിയാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ രീതിയിൽ മുസ്ലിങ്ങളെ തോളിൽ കയറുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരെ സ്പീഡായിട്ട് വിറ്റുപോകുന്ന ഒരു സാധനമാണ് മുസ്ലിം വിരോധം. ഇത് പ്രചരിപ്പിച്ചാൽ വളരെ പെട്ടെന്ന് പേരെടുക്കാം. കാരണം അങ്ങനെ പേരെടുത്താണല്ലോ ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ വളരെ വേഗം നമ്മുടെ രാജ്യം ഭരിക്കാൻ കയറിയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു, ഇപ്പോൾ എന്തൊക്കെയോ നടക്കുന്നു. ഉദാഹരണം പറയാൻ, ഇത് രണ്ട് തരം പരിപാടികളാണ് നമ്മുടെ നാട്ടിലെ മെത്രാന്മാർ നടത്തുന്നത്. അതായത് സഹജീവികളെ, സ്വന്തം മതത്തിൽപ്പെട്ടവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ പട്ടിക വില പോലും നൽകാതെ തല്ലിച്ചതയ്ക്കുന്നു. പോലീസ് സ്റ്റേഷനകത്ത് കയറി തല്ലിച്ചതയ്ക്കുന്നു. അതെവിടെയാണെന്ന് പറയാം, മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ് ജബൽപൂരിൽ വൈദികനെ ആക്രമിച്ചു. ഈ അടുത്ത സമയത്ത് നടന്ന സംഭവമാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒഡീഷയിലും ഈ ഒരു സംഭവം നടന്നു. അത് സത്യം പറഞ്ഞാൽ വളരെ നിർഭാഗ്യകരമായ ഒരു കേസാണ്. കാരണം രണ്ട് വൈദികന്, മലയാളിയായ കുറവലങ്ങാട് സ്വദേശിയായ ഒരു വൈദികനെ മർദ്ദിച്ചു. അദ്ദേഹത്തിന് വലിയ പരിക്കില്ല. പക്ഷേ ഈ ഒഡീഷ്യ സ്വദേശിയായ വൈദികനെ നല്ലതുപോലെ തല്ലിച്ചതച്ചു. പോലീസ് സ്റ്റേഷനകത്ത് ഇട്ട് അദ്ദേഹത്തിനെ വളരെ മൃഗീയമായി മർദ്ദിച്ചു. അങ്ങനെ ഇരിക്കവെയാണ് അടുത്ത സമയത്താണ് മറ്റൊരു സംഭവം നടക്കുന്നത്. ഒരു കോളേജ് പ്രിൻസിപ്പലിനെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ അവർക്കെതിരെ FIR ഇട്ടു, കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഈ വൈദികന്മാർ, ഇത് മനസ്സിലാക്കുന്ന വൈദികന്മാർ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ സേഫാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ അതേ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുകയാണ്. നിങ്ങൾക്കറിയില്ല, ഈ അടുത്ത സമയത്തല്ലേ ഡൽഹിയിൽ ഒരു മാതാവിൻ്റെ ബിംബമിരിക്കുന്നതിൽ കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചത്. നിങ്ങൾ അതിനെതിരെ അപലപിച്ചു. അത് ചെയ്തത് തെറ്റായിപ്പോയി, ശരിയല്ല, തെറ്റായിപ്പോയി എന്ന്. അതുകൊണ്ടുള്ള ഉപയോഗം എന്താ? അതുപോലെയാണ് നിങ്ങൾ രണ്ട് തരം പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് ഈ മുനമ്പം വിഷയം. അതായത് വഖഫ് ബില്ല് പാസ്സായപ്പോൾ നിങ്ങൾ ആഘോഷിച്ചു. മുനമ്പത്തെ പാവങ്ങൾക്ക് വീടില്ല. തീർച്ചയാണ്, അവർക്ക് കിടക്കാടമില്ലെങ്കിൽ, തലചായ്ക്കാൻ ഇടമില്ലെങ്കിൽ, അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ആരായാലും ശരി, അവർക്ക് ഇടം കൊടുത്തിരിക്കണം. സർക്കാർ ഒരുപാട് വീടുകൾ, 100-ൽ പരം വീടുകൾ വെച്ച് വയനാട്ടിലെ ആൾക്കാർ കൊടുക്കുന്നു. അതുപോലെ അവർക്കും കുറച്ച് വീടുകൾ വെച്ച് കൊടുക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആരെങ്കിലും ചെയ്യട്ടെ. അല്ലെങ്കിൽ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ടീമുകൾ തന്നെ ചെയ്യട്ടെ. കാരണം ഒരു മനുഷ്യൻ കിടക്കാടമാണ് ഏറ്റവും അവൻ്റെ സ്വപ്നം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ആഗ്രഹമാണ്. അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു ഒരു
ഒരു പ്രതീക്ഷ, ഒരു ഒരു സങ്കല്പം, ആ സങ്കല്പത്തെ നേടിയെടുക്കുക എന്ന് പറഞ്ഞാണ് ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നത്. ഒരു സങ്കല്പമാണ്. എനിക്കൊരു വീട് വയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ച് സങ്കല്പിച്ചാൽ അത് നേടിയെടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ്. അതുപോലെ സർക്കാരും അവർക്ക് കൊടുക്കണം, പാവങ്ങൾ അവർക്ക് കൊടുക്കണം. അവരെ ഇറക്കി വഴിയാധാരമാക്കി വിടാൻ പാടില്ല. മുനമ്പത്തെ സഹോദരി സഹോദരന്മാർക്ക് ഏത് ജാതിയോ മതമോ ആയിക്കൊണ്ട് പോട്ടെ, അവരെ സർക്കാർ സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. അതവർ വിട്ടു പോകാൻ പാടില്ല. അപ്പോഴാണ് ഈ ബില്ല് പാസ്സായപ്പോഴാണ് നമ്മുടെ ഒരു അച്ഛൻ വന്ന് ഒരു ഡയലോഗ് അടിച്ചത്. ആ ഡയലോഗ് എന്താണെന്ന് കേൾക്കണ്ടേ? അതായത് ഞങ്ങൾ അനധികൃതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഞങ്ങൾ സമ്പാദിച്ച ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ്, അതുകൊണ്ട് അത് ഞങ്ങൾ രേഖാമൂലം സൂക്ഷിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ചർച്ച് ബില്ല് വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ സഭ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ജനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയാണത്. അതുപോലെ തന്നെ ആഗോള സഭയുടെ കൂട്ടായ്മയിലൂടെ നൽകപ്പെടുന്നതാണത്. അതുകൊണ്ട് ഏതെങ്കിലും ബില്ല് വന്നാൽ അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. ചർച്ച് ബില്ലിൻ്റെ പേരിൽ സഭയ്ക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല. അത് നീതിപൂർവമായ നിലപാടുകൾ ആ സമയത്ത് സഭ സ്വീകരിക്കുന്നത്. ഓർക്കണം, നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള സഹോദരി സഹോദരന്മാർ, വൈദികർ ഉൾപ്പെടെ ഓർക്കേണ്ട ഒരു കാര്യം, വഖഫ് ബില്ല് അവർ പാസ്സാക്കി എടുത്തപ്പോൾ തൊട്ടുപിറവിന് അടുത്ത ദിവസം തന്നെ മറ്റൊരു ലേഖനം വന്നു. അതായത് സർക്കാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്വത്തുവകകളുള്ളത് ക്രിസ്ത്യൻ സമൂഹത്തിനാണെന്ന്. അജണ്ടകളാണ്. നിങ്ങൾ അവരെ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നാളെ ആപത്താണ്. അല്ലെങ്കിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഇന്ന് അവർ ഇവർക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ ബില്ല് പാസ്സാക്കിയെങ്കിൽ അധികം താമസിക്കാതെ അത് നിങ്ങൾക്കും വരും. വരൂല എന്നല്ല, വരും. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ അനധികൃതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന്. ഇതിങ്ങനെ പറയാം, പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്ന അധികാരമുള്ള ടീമിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇവർക്ക് അധികാരം വേണം. ഈ അധികാരത്തിന് വേണ്ടി അവർ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്ന വ്യക്തികളുടെ കൂടെ നിൽക്കുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കുറേ വർഷങ്ങളായി അവർ ആരെങ്കിലും നിശ്ചയിക്കുന്നു, അവർക്ക് വോട്ട് ചെയ്യാൻ സഭയിലുള്ളവരോട് അഭ്യർത്ഥിക്കുന്നു, അവർ വോട്ട് ചെയ്യുന്നു, അവരെ വിജയിപ്പിക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അധികാരം വേണം. ആ അധികാരത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓർക്കുക, നാളെ നിങ്ങൾക്കും ഇത് സംഭവിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുസ്ലിങ്ങളോട് ഇത്രയും വിരോധം നിങ്ങൾക്ക് എന്തിനാണ് മുസ്ലിങ്ങളോട് ഇത്രയും വിരോധം? അവർ എന്ത് പാവമാണ് നിങ്ങളോട് ചെയ്തത്? ഏതർത്ഥത്തിലാണ് നിങ്ങൾ അവരോട് ഇത്രയും വിരോധം സമ്പാദിക്കുന്നത്? എന്തിനാണ് അവരെ ഈ കാസ പോലുള്ള ഈ സംഘടനയെ കൂട്ടുപിടിച്ച് അവർ പറയുന്നത് എന്താണെന്ന് ഒരു വീണ്ടു വിചാരമില്ലാതെ, എന്തോ ഒരു ബോധമില്ലാത്ത രീതിയിൽ അവർ പറയുന്നത് കേട്ടിട്ട് അതിനെ കൂട്ടുപിടിച്ച് പറയുന്നത് ശരിയാണോ? ഈ പറഞ്ഞത് ഞാനല്ല, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട മുതിർന്ന ഒരു വൈദികനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആ വൈദികൻ പറയുന്നത് എന്താണെന്ന്. അതിനപ്പുറത്തേക്ക് പാർട്ടി രാഷ്ട്രീയത്തിലേക്ക്, അതായത് പ്രത്യക്ഷ പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് മെത്രാൻ ഇടപെടുന്നു. ഒരു ബില്ല് പാസ്സാക്കാൻ കോൺഗ്രസ്സിലെയും മാർക്സിസ്റ്റുകാരുടെ എംപിമാരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ തുടങ്ങിയാൽ അതെവിടെയാണ് അവസാനിക്കുന്നത്? കോൺഗ്രസ്സുകാരിന്ന് പറഞ്ഞു, അല്ല മെത്രാന്മാരിന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരോടും മാർക്സിസ്റ്റുകാരോടും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്യണമെന്ന്. നാളെ മുസ്ലിം മതപണ്ഡിതന്മാർ വേറൊരു കാര്യം പറഞ്ഞാലോ, ഹിന്ദു സന്യാസികൾ മറ്റൊരു കാര്യം പറഞ്ഞാലോ? അവർ മതത്തിൻ്റെ ആളുകളല്ല എംപിമാർ, അവർ ജനസമൂഹത്തിൻ്റെ ആളുകളാണ്. ഒരു ബഹുസ്വരത ഭാരതത്തിലുടനീളമുണ്ട്. മതങ്ങളുടെയും ജാതിയുടെയും ഭാഷയുടെയും വർഗത്തിൻ്റെയും ഒക്കെ വൈവിധ്യമുണ്ട്. ഈ വൈവിധ്യം കാണാനും മനസ്സിലാക്കാനും സാധിക്കേണ്ടത് മെത്രാന്മാർക്ക് കൂടിയാണ്. അവർ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു വർഗീയത അതിലുണ്ടാക്കാനുള്ള ഇടവും കൊടുത്തു. ഇവിടെ പ്രതിസ്ഥാനത്താകുന്നതും ദ്രോഹിക്കപ്പെടുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് വഖഫ് നിയമം കൊടുത്തത് ഗവൺമെൻറ് തന്നെയാണ്. അല്ലാണ്ട് അവർക്കത് ചെയ്തു കൊടുത്തു. അത് ന്യൂനപക്ഷാവകാശത്തിൻ്റെ മണ്ഡലത്തിലാകും ചെയ്തത്. അതിൽ പോരായ്മകളുണ്ടെന്ന് പരാതി ഉണ്ടാകാം, അത് പരിഹരിക്കാനും ശ്രമിക്കാം. കക്ഷിയേരല്ല വേണ്ട മെത്രാന്മാർ ചെയ്യേണ്ടത്. മെത്രാന്മാർ ആരോഗ്യകരമായ അകലത്തിൽ നിൽക്കണമായിരുന്നു. അത് ചെയ്യുമ്പോൾ
ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്താനും ഇടയാക്കി. വെറുതെ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത വർഗീയത ഉണ്ടാക്കുന്നത് തികച്ചും ശരിയായില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മാത്രമല്ല, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മുസ്ലിങ്ങളായിട്ട് മുസ്ലിം വിരോധം ഈ ക്രൈസ്തവ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മെത്രാന്മാർ ലവ് ജിഹാദുണ്ട് എന്നൊക്കെ പറയുക, പിന്തുണ കൊടുക്കുന്ന പ്രതീതിയാണുണ്ടായത്. ലവ് ജിഹാദിനെക്കുറിച്ച് കാസ ശക്തമായ ആൻറ്റി മുസ്ലിം വികാരത്തിൻ്റെ ഒരു സംഘടനയാണത്. ആ സംഘടന പറയുന്നത് തന്നെ മെത്രാന്മാരും പറയുക. ശരിയാണ്, നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ട്. കാരണം നിങ്ങൾക്ക് അധികാരം വേണം. യേശുക്രിസ്തു ജനിച്ചത് ഈ രാജ്യത്ത്, ഈ ലോകത്ത്, രാജ്യമല്ല, ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാനാണ്. അദ്ദേഹം ആ സമാധാനത്തിന് വേണ്ടിയാണ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. അതേ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന നിങ്ങൾ മറ്റ് സമൂഹത്തെ, മറ്റ് മതവിഭാഗങ്ങളെ നിങ്ങൾ ശത്രുവായി കാണുന്നു. അതെന്തിനാണ്? നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് ലാഭം? ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അതായത് മുസ്ലിങ്ങൾ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദേവാലയമോ അല്ലെങ്കിൽ ഒരു വൈദികനെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയോ എവിടെയാണ് ആക്രമിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുക? കുറേ ISS അത് ഇതും മറ്റതും മറിച്ചതും ലവ് ജിഹാദും മറ്റതെന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കാരെ ഉള്ളിൽ വിഷങ്ങൾ നിറയ്ക്കുന്ന ഇതൊക്കെ ഈ RSSന്റെ അജണ്ടകളാണ്. മനസ്സിലായില്ലേ? ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇന്ത്യയിൽ അവർ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരെയും കൂട്ടുപിടിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ, അതായത് ക്രിസ്തുമത വിശ്വാസികളെയാണ് അവർ ഏറ്റവും കൂടുതൽ കൂട്ടുപിടിക്കുന്നത്. കാരണം മുസ്ലിങ്ങൾക്കെതിരെ അണിനിരത്താൻ. ഇത് സംഘപരിവാറിൻ്റെ അജണ്ടകളാണ്. നിങ്ങൾ ഭയക്കുന്നത് ആരെയാണ്? നിങ്ങൾ ഭയക്കുന്നത് ആരെയാണ്? ലോകത്ത് സമാധാനം ഉണ്ടാവണമെന്ന് സമാധാനത്തിന് വേണ്ടി പിറന്ന യേശുക്രിസ്തുവിൻ്റെ ആൾക്കാർ ഇങ്ങനെ മറ്റു മതക്കാരെ ക്രൂശിത്തറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു സിനിമ ഇറങ്ങി, അതിന് ഒരു വൈദികൻ പറഞ്ഞ കുറേ ഡയലോഗുകൾ കേൾക്കണം. അതിൽ കൊടുത്തിരിക്കുന്നത് കുരിശൊടിഞ്ഞ് താഴെ വീഴുമ്പോൾ അത് ക്രിസ്ത്യൻ സമൂഹത്തെ അപമാനിക്കുന്ന, അച്ചോ ഇത് ഒരു സെറ്റിട്ട് കുറേ ടെക്നോളജികൾ ഉപയോഗിച്ച് അതിനെ തിയേറ്ററിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു സമൂഹത്തെ മനഃപൂർവ്വം കരിവാരി തേക്കാനല്ല. ഒരു മയക്കുമരുന്ന് വ്യാപാരിയുമായിട്ടുള്ള ഒരു സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കരഘോഷ്, അങ്ങനെ ആ വാക്കാണ്, കാരാഘോഷ്. യെസ്, കാരാഘോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ കാരാഘോഷ് എന്ന് പറയുന്ന സ്ഥലം ISIS തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്ന് തള്ളിക്കളഞ്ഞ ക്രൈസ്തവരുടെ രക്തസാക്ഷി മണ്ഡപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരാഘോഷ്. ഈ മുരളി ഗോപി, ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പിശാചിൻ്റെ പ്രതിനിധിയായി വന്ന് നിൽക്കുന്ന ഈ ലൂസിഫറിനെ കൊണ്ട് ഈ സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ കാരാഘോഷ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഒരു ഇറാഖിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് വെച്ചാണ്. ഈ പള്ളിയുടെ മുകളിൽ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുരിശ് ഈ സംവാദത്തിന് ശേഷം ഇത് ആക്രമണം ഉണ്ടാകുന്നു. ഈ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജിനെ അതിനകത്ത് കൊണ്ടുവരുന്നത്. ഈ ആക്രമണ സമയത്ത് അവസാനം കാണിക്കുന്നത് ഈ കുരിശ് തലകുത്തി താഴേക്ക് വീഴുകയാണ്. കുരിശ് കത്തുന്നു. അപ്പോൾ കുരിശിൻ്റെ ബാക്കി 2 ഭാഗം ഒടിഞ്ഞു പോകുന്നു. ഈ L എന്നുള്ള ഷേപ്പ് മാത്രം അവശേഷിപ്പിക്കുന്നു. ഈ തിരക്കഥ ക്രിയേറ്റ് ചെയ്യുന്നയാളുടെ ബ്രില്യൻസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രൈസ്തവരുടെ ഏറ്റവും വിശുദ്ധമായ ചിഹ്നമായ വിശുദ്ധ കുരിശിനെ നേരെ മുറിച്ച് ലൂസിഫറിൻ്റെ L ഉണ്ടാക്കാൻ വേണ്ടി ഈ മുരളി ഗോപി നടത്തിയ ഈ ഒരു ഗവേഷണം, എനിക്ക് മുരളി ഗോപിയോടും പൃഥ്വിരാജിനോടും ചോദിക്കാനുള്ളത്, എന്നെനിക്ക് മുരളി ഗോപിക്ക് അരി മേടിക്കാൻ പൈസയില്ലെങ്കിൽ ക്രൈസ്തവർ പിരിവെടുത്തു തരും. പൃഥ്വിരാജിന് അരി മേടിക്കാൻ പൈസയില്ലെങ്കിൽ അതിന് ഞങ്ങളുടെ വിശുദ്ധ നാമങ്ങളെ ആക്ഷേപിച്ചിട്ട് താങ്കൾ അരി മേടിക്കരുത്. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് 11 ദിവസം കൊണ്ട് 250 കോടി രൂപ ആ സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. അതിന് ഒരു ബിഗ് സല്യൂട്ട് തരണം. സംഘപരിവാറും
പിന്നെ RSSും ഹിന്ദു മതവിശ്വാസികളും, ഈ ഹിന്ദു മതവിശ്വാസികളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല. ദൈവത്തെ വിശ്വസിക്കുന്നവർ ഹിന്ദുമത വിശ്വാസികളാണ്. പക്ഷേ അത് അവരാണ് അപകടം. അത് എല്ലാ മതത്തിലും ഉണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്നവർ തീർച്ചയായും മറ്റൊരാളിനെ ദ്രോഹിക്കാൻ പോകില്ല. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം കേൾക്കണം. അദ്ദേഹം നമ്മുടെ നാരായണ ഗുരു പറഞ്ഞത് എന്താണ്? മദ്യം വിഷമാണ്, അത് ഉപയോഗിക്കാനേ പാടില്ല. ഏറ്റവും കൂടുതൽ കേരളത്തിനകത്ത് മദ്യം വിൽക്കുന്നത് ആരാ? ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരാണ് മദ്യം ഏറ്റവും കൂടുതൽ ഈ ബാറും ഷാപ്പുകളൊക്കെ ഉള്ളത് അവർക്കാണ്. അല്ലാതെ മുസ്ലിങ്ങൾക്ക് ആർക്കും ബാറും ഷാപ്പും ഒന്നുമില്ല. അപ്പോൾ ഒന്നിനെ എതിർക്കുന്ന അനുയായികൾ തന്നെ അവരുടെ കാലഘട്ടം കഴിയുമ്പോൾ അതെല്ലാം ആ വാക്കുകളെല്ലാം, ആ ആശയങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുകയും സമൂഹത്തിൽ മറ്റൊരു തലങ്ങളിലുള്ള വിഷവിത്തുകൾ വിതറുകയും സഹോദരങ്ങളെ പോലെ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരുടെ ഇടയിൽ വർഗീയത വിളമ്പുകയും ചെയ്യുന്ന ഇന്നത്തെ കാലം ഒരു അപകടമാണ്. കൊണ്ടാണ് കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് അവർ നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ യോഗം ജനറൽ സെക്രട്ടറി ആയതിൻ്റെ 30ാം വർഷം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പരിപാടികൾ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്? വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് SNDP യോഗത്തിലുള്ളത്. ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതാകും. അതിനെതിരായിട്ടുള്ള ജനരോഷത്തിൻ്റെ ആദ്യ സംരംഭമാണിത്. കേരളം മുഴുവൻ വ്യാപിക്കുന്ന ജനരോഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ മുഴുവൻ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർ കൂടാതെ ഈ സമൂഹം മുഴുവൻ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ വന്നവരെല്ലാം സ്വന്തം പണം മുടക്കി അവരുടെ ആത്മരോഷമാണ് ഇവിടെ കാണുന്നത്. 1 രൂപ കൊടുത്തോ, ഒരു ബിരിയാണി കൊടുത്തോ, ഒരു വെള്ളം പോലും കൊടുക്കാതെയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. ഈ പരിപാടിയിലേക്ക് കേരളത്തിലെ വയനാട് മുതൽ കൊല്ലം വരെയുള്ള പ്രതിനിധികളെ മാത്രമാണ് ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. ഈ നേരെ മറിച്ച് ഈ പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും ഞങ്ങളോടൊപ്പം അണിനിരക്കുന്ന, ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരോട് അണിനിരക്കുന്ന കാലത്തേക്കാണ് കടന്നു പോകുന്നത്. വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ചേർത്തല നടക്കുന്ന മാമാങ്കം ഇവിടെ നിന്ന് കൊള്ളയടിച്ച പണം കൊണ്ട് മാത്രമാണ്, സ്വന്തം കയ്യിലെ കാശ് കൊണ്ടല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഈ കണ്ണൊക്കെ കെട്ടിയാണ് പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത്. അതെ, കാട്ടുകള്ളനല്ലേ വെള്ളാപ്പള്ളി നടേശ. ആ കാട്ടുകള്ളനെ ആ പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ കണ്ണ് കെട്ടിക്കൊണ്ട് തന്നെ പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത്. ഒരു കൊള്ളക്കാരനാണ്. ഇപ്പോൾ കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ഒരു കുറുവാ സംഘത്തിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ കാട്ടുകള്ള. നമ്മൾ ഇന്നൊരു അപകടകരമായ സിറ്റുവേഷനിലേക്കാണ് കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യം ഒരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതായത് വർഗീയത എവിടെ വേരുറപ്പിക്കുമോ അവിടെ സമാധാനം നഷ്ടപ്പെടും, അവിടെ ശാന്തി നഷ്ടപ്പെടും. ഒരിക്കലും ഈ വർഗീയത എന്ന് പറയുന്ന ഒരു സംഭവം നിലനിൽക്കാൻ പാടുള്ളതല്ല. തന്നിൽ ഒരു മതത്തെ വിശ്വസിക്കുന്നത് അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യന് നന്നാവുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ സഹജീവികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. ഒരു അത്ഭുതകരമായ ഒരു കാര്യം, ഈ ഒഡീഷയിൽ ആ പോലീസ് സ്റ്റേഷനിൽ 2 വൈദികർ നടന്നു പോകുമ്പോൾ, പോലീസുകാർ അവരെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പിന്നിൽ നിന്ന് ഓടി വന്ന് ഒരു സ്ത്രീയാണ് അടിക്കുന്നത്. ആലോചിക്കണം, അവരെക്കാളും പ്രായമുള്ള ഒരു മനുഷ്യന്. അപ്പോൾ ഇവർ അവർക്ക് എന്ത് ബഹുമാനമാണ് മറ്റുള്ളവരോട്? അവർക്കൊന്നും ഒരു ബഹുമാനമില്ല. അവരെല്ലാം വെറും അവർക്കെല്ലാം ഈ ജാതിയും മതവും വല്ലാത്ത വെറിയാണ്. ഇങ്ങനെയുള്ളവരെ വേണം സൂക്ഷിക്കാൻ. അത് ആണാവട്ടെ പെണ്ണാവട്ടെ. ചർച്ചകളാണ് ഇതിൽ സംസാരിക്കുന്നത്. ഈ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ നമ്മുടെ സമൂഹത്തിൽ, അതായത് സഹോദരങ്ങളെ പോലെ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ ക്രിസ്ത്യാനി മുസ്ലിമൊക്കെ ഇന്ത്യയിൽ എന്നു മുതലാണ് വന്നത്. അവർ വരുമ്പോഴെല്ലാം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു, അവർ വരുമ്പോഴെല്ലാം സ്ത്രീകളെ കൊണ്ടുവന്നിരുന്നു. ഇവിടെ വന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടു അതിൽ ആകർഷകരായി ആ മതത്തെ വിശ്വസിക്കാൻ അവർ സ്വമേധയാ കടന്നു വരികയും അതിൽ വിശ്വസിക്കുകയും ചെയ്ത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ക്രിസ്ത്യാനിയും മുസ്ലിമും ഉള്ളത്. അല്ലാതെ ആരും ഒരു സ്ത്രീയെയും കൊണ്ടുവന്ന് പ്രസവിക്കാൻ അവിടെ ആരും തുനിഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ ഇവിടം വിട്ട് എവിടെയാണ് പോകേണ്ടത്? ഈ മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയാണ് ഇത്രയും വിദ്വേഷങ്ങൾ കുത്തി നിറയ്ക്കുന്നത്? നമ്മൾ സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവരാണ്, നാളെ മുഖത്ത് നോക്കേണ്ടവരാണ്. സത്യം പറഞ്ഞ സങ്കടങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത്രയധികം വളരെ സമൂഹത്തിൽ പ്രയാസങ്ങൾ നിറയ്ക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി കടന്നു വരുന്നത്. അതും ഒരു സമൂഹത്തെ മാത്രം ഒഴിച്ച് ഒരു
വൃത്തികെട്ട ഒരു സമൂഹമായി ചിത്രീകരിക്കുന്നതിനെ കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യകത വന്നത്. കാരണം എനിക്ക് ഒരുപാട് ക്രിസ്തുമത വിശ്വാസികളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ക്രിസ്ത്യാനികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, ഹിന്ദുക്കളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ ആരും ഈ രീതിയിലെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ അടുത്ത സമയത്താണ്, അതായത് 2014 ശേഷം നമ്മുടെ ഇന്ത്യക്കകത്ത് ഇത് വളരെ വർദ്ധിച്ചിരിക്കുന്നു. അപകടകരമായ തരത്തിൽ ഈ ഒരു വർഗീയത വളരെ വളർന്നിരിക്കുന്നു. ഇനിയും ഈ രീതിയിൽ പോയാൽ സമൂഹം എങ്ങോട്ടായിരിക്കും ഇതിൻ്റെ പോക്ക്? ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. തമ്മിൽ തല്ലി സമൂഹം തന്നെ, ഒരു വംശം തന്നെ നശിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നാം വരുന്നത്. അത്രയ്ക്കുള്ള കാരണം ഇതെല്ലാം ഒരു ബ്രിട്ടീഷുകാരുടെ പരിപാടിയാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിട്ടു പോകുമ്പോൾ അവർ വിഷവിത്ത്, ഒരിക്കലും നശിച്ചു പോകാത്ത ഈ വിഷവിത്ത് നമ്മുടെ രാജ്യത്ത് വിതച്ചിട്ട് പോയി. അതിങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പിന്മുറക്കാരാണ് ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അവരുടെ സിദ്ധാന്തങ്ങളെ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കേൾക്കുകയും കാണുകയും സഹിക്കേണ്ടിയും വരുന്നത്. ഇതിനൊരു മാറ്റം എന്നെങ്കിലും ഉണ്ടാകും എന്ന് വിശ്വസിക്കാം. വിശ്വസിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ രാജ്യം അപകടമാണ്. കാരണം എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ക്രിസ്ത്യാനി ആയിരിക്കാം, അപ്പോൾ തൊട്ടടുത്ത വീട് ഹിന്ദു ആയിരിക്കാം. നാളെ അദ്ദേഹം എന്നെ ചീത്ത പറയുകയും അടിക്കുകയും കൊല്ലുകയും വിട്ട് തിരിച്ചും അങ്ങോട്ടും ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതിന് പല അനുഭവങ്ങളുണ്ട്. എൻ്റെ നാട്ടിൽ എനിക്ക് തന്നെ പലരിൽ നിന്നും ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. നമ്മൾ സഹോദരങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ നിയമ സംവിധാനം പറയുന്നത് ഇന്ത്യയിലുള്ളവർ മുഴുവനും നമ്മുടെ സഹോദരന്മാരാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല. ലോകത്ത് സമാധാനം പറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിസ്തു ജനിച്ചത്. അവരുടെ അനുയായികൾ തന്നെ മറ്റൊരു മതത്തെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു മതമാണ്. ആ മതത്തിൽ വിശ്വസിക്കുന്നവർ മറ്റു മതക്കാരെ ഒരിക്കലും ആക്ഷേപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യരുത്. എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർ. ഇത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഇടങ്ങളിലൊക്കെ എന്നെ വിളിക്കുന്നത് ജിഹാദി ജിൻഡോ എന്ന്. ഞാൻ വിചാരിക്കുന്നു ഞാനൊരു ഉത്തമനായ ക്രൈസ്തവനാണെന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല. അതെന്നോട് ഇടപഴകുന്ന എന്റെ സമൂഹത്തിലെ, എന്റെ സമുദായത്തിലെ, എന്റെ സംസ്ഥാനത്തെ മനുഷ്യരാണ് വിലയിരുത്തേണ്ടത്. ഞാനൊരു നല്ല ക്രൈസ്തവനായിട്ടാണോ ജീവിക്കുന്നത്? പക്ഷേ ഞായറാഴ്ചകളിൽ കുർബാന കൂടാൻ പോകാൻ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ രാജ്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ധീര ദേശാഭിമാനികൾ ജീവൻ പോലും വെടിവെച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ട്. അജിഷ, അതായത് ഒരു മലയാളി കന്യാസ്ത്രീ ഛത്തീസ്ഗഡിലെ കുങ്കുരിയിൽ ഒരു കത്തോലിക്ക സഭയ്ക്ക് കീഴിലെ ഒരു പ്രശസ്തമായ ഒരു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലാണ് അവർ. സിസ്റ്റർ ബിൻസി ജോസഫിനെതിരെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് മതപരിവർത്തനം അടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മുസ്ലിം വിരോധിയായിട്ട് നാളെ ഇതുവരെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ഒന്ന് പറഞ്ഞു, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മുസ്ലിങ്ങൾക്കല്ലാതെ വേറെ ആർക്ക് എന്ത് പ്രാമുഖ്യമുണ്ട്? അവിടെ സ്വതന്ത്രമായി പറയാനോ പ്രവർത്തിക്കാനോ ബാക്കി ആർക്ക് സാധിക്കും? എൻ്റെ മകനെ അവിടെ BDJ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പ് പ്രാവശ്യം നിന്ന് മത്സരിച്ചതാണ്. അന്ന് ഈ പറഞ്ഞ ഞാൻ ഈ പ്രസംഗിച്ച ആ വേദിയുടെ തൊട്ടടുത്ത് വെച്ചാണ് നിലമ്പൂർ മുസ്ലിങ്ങളെല്ലാം കൂടെ തടഞ്ഞു വെച്ചത്.